ഹാലോവീൻ നൈറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയിലെ ഈ ഗ്രാമത്തിൽ അവിടുത്തെ ആൾക്കാർക്ക് ഹാലോവീൻ നൈറ്റ് എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു പേടിയാണ്. കാരണം എന്താണെന്നറിയോ? അവരുടെ ആ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഏക്കർ കണക്കിന് വരുന്ന വലിയൊരു ചോളത്തോട്ടത്തിന് നടുവിലാണ്. എന്നാൽ ഈ ഹാലോവീൻ നൈറ്റ് ആകുന്ന സമയത്ത് ഇതിനുള്ളിൽ നിന്നും ഒരു പ്രത്യേകതരം പിശാച് എല്ലാ ആളുകളെയും കൊന്ന് ആ ഗ്രാമത്തിലെ ചർച്ചിനെ കീഴടക്കാനായിട്ട് വരും. എന്നാൽ ഈ പിശാചിനെ തടുക്കാനായിട്ട് ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഒരു ഗെയിം ഷോ വെച്ചിരിക്കുകയാണ്. ഒരു തരം ഒരു വേട്ട ഗെയിം. ആ ഗെയിമിൽ വിജയിക്കുന്ന ആള്, അതായത് ആരാണോ ആ ഒരു പിശാചിനെ കൊല്ലുന്നത്, അയാൾക്ക് ഈ ഗ്രാമത്തിൽ വെച്ച് ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കും. അതിനു പുറമെ ഈ ഗ്രാമം വിട്ട് പുറത്തു പോകാനുള്ള സമ്മതവും ലഭിക്കും. എല്ലാ വർഷവും നടക്കുന്ന ഈ ഒരു വേട്ട, ഈ ഒരു ഗെയിം, ഇതിന്റെ പിന്നിൽ വലിയൊരു ചതി ഉണ്ടായിരുന്നു, വലിയൊരു മിസ്റ്ററി ഉണ്ടായിരുന്നു. തുടക്കത്തിലൊക്കെ വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഈ കഥയുടെ ഒരു ഘട്ടത്തിൽ ശരിക്കും നിങ്ങൾ ഷോക്കായി പോകും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഈ ഒരു കഥയിലുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ കഥ അത് കേട്ടു തുടങ്ങിയോ. എന്നാൽ പിന്നെ ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഗ്രാമത്തിലേക്ക് നമുക്കും അങ്ങോട്ട് പോവുകയല്ലേ. സോ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ വളരെ ലോങ് ഷോട്ടിലായിട്ട് ഒരു ചെറിയ പട്ടണം കാണിക്കുകയാണ്. ആ ചെറിയ പട്ടണം അത് നിൽക്കുന്നത് വലിയൊരു ചോളത്തോട്ടുണ്ട്, അതിന്റെ ഒത്ത നടുവിലായിട്ടാണ്. പിന്നെ ആ ഒരു ചോളത്തോട്ടം, അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുമാതിരി ഒരു വലിയ ഏരിയ തന്നെയാണ് കേട്ടോ. അധികം വൈകാതെ ഈ കാണുന്ന ഈ ചെറിയ പട്ടണം ഉണ്ടല്ലോ, ഇവിടെ ഹാലോവീൻ സെലിബ്രേഷൻ വരാൻ പോവുകയാണ്. ഹാലോവീൻ, അതിന്റെ ആ ഒരു സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരുപാട് കഥകളും കെട്ടുകഥകളും ഇതിന്റെ പിന്നിലുണ്ടാവും. എന്നാൽ ഈ നാട്ടിൽ അങ്ങനെ ഒരു കഥയുണ്ട്. എല്ലാ കഥകളെയും പോലെ അത് വെറും ഒരു കെട്ടുകഥയല്ല. അന്നേ ദിവസം രാത്രി ഈ നാട്ടിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഹാലോവീൻ കഴിയാൻ പോകുന്ന ആ രാത്രിയിൽ വരുന്ന ഒരു പിശാചുണ്ട്. അതിനെ ആ നാട്ടുകാർ വിളിക്കുന്നത് സോ ടൂത്ത് ജാക്ക് എന്നാണ്. എന്തിനാണെന്നറിയില്ല, എല്ലാ വർഷവും ഹാലോവീൻ കഴിയാവുന്ന ആ രാത്രിയിൽ തന്നെ ഇവൻ വരും. അവന്റെ ലക്ഷ്യം ഈ പട്ടണത്തിന് ഒത്ത നടുവിലുള്ള ചർച്ചാണ്. ആ ചർച്ചിലേക്ക് അവൻ വന്ന് കയറി കഴിഞ്ഞാൽ ആ പിശാചിന്റെ ശാപം ആ നാട് മുഴുവൻ വ്യാപിക്കും. പിന്നീട് ഒരുപാട് പ്രകൃതി ദുരന്തവും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ നാട് തന്നെ നശിച്ചു പോകും. അപ്പൊ അതിനായിട്ട് അന്നേ ദിവസം രാത്രി നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും കൈ ആയുധങ്ങളുമായിട്ട് ആ പിശാചിനെ വേട്ടയാടാനായിട്ട് അവരിറങ്ങിത്തിരിക്കും. അങ്ങനെ ഒരു രാത്രി ഇപ്പൊ കാണിക്കുകയാണ്. ഒരുപാട് പിള്ളേര് മുഖംമൂടിയെല്ലാം ഇട്ട് ആയുധവുമായിട്ട് പല ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, കയ്യിൽ ആയുധമുണ്ട്. എന്നിട്ടും അവന് നല്ല ഭയമുണ്ട്. കാരണം അവനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചോളത്തോട്ടുണ്ടല്ലോ, ഇതിന്റെ അരികിലൂടെ ആരോ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ട് അവന് മനസ്സിലായി. മറ്റാരുമല്ല, അത് ആ ഒരു പിശാചൻ സോ ടൂത്ത് ജാക്ക്. ഭയം കാരണം അവന്റെ ആ ഒരു പെയിന്റിൽ തന്നെ അവൻ മൂത്രമൊഴിച്ചു പോവാണ്. അധികം വൈകിയില്ല, അവന്റെ പിന്നിലേക്ക് ആ രൂപം വന്നു നിന്ന് അതിന്റെ തലയിൽ തീ വരികയാണ്. അതോടൊപ്പം തന്നെ ആ തീ ഉണ്ടല്ലോ ഈ ചെറുപ്പക്കാരന്റെ ദേഹത്തേക്ക് പടർന്ന് അവിടെ വെച്ച് അവൻ വെന്ത് മരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് ആ പിശാചിനെ വേട്ടയാടാൻ വന്ന ഒരുപാട് ചെറുപ്പക്കാർ അങ്ങോട്ടേക്ക് ഓടിക്കൂടുന്നുണ്ട്. ആ കൂട്ടത്തിൽ പ്രധാനിയാണ് ജിം. ഈ സിനിമയിലെ തന്നെ ഒരു പ്രധാന കഥാപാത്രമാണ്. അവനും അങ്ങോട്ടേക്ക് വന്ന് ഇപ്പൊ മരിച്ചു കിടക്കുന്ന ആ ചെറുപ്പക്കാരനെ നോക്കുകയാണ്. അതുപോലെ തന്നെ ചോളത്തോട്ടത്തിലേക്ക് ഓടുന്ന ആ ഒരു പിശാചിനെയും. ഇത് കണ്ടപാട് തന്നെ ജിം കയ്യിലുണ്ടായിരുന്ന ആയുധമായിട്ട് തോട്ടത്തിലേക്ക് ഓടുകയാണ്. അവന്റെ പിന്നാലെ ബാക്കിയുള്ള എല്ലാ പിള്ളേരും. എന്തിനാണെന്ന് അറിയില്ല, എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. വെറി പിടിച്ചുകൊണ്ട് ആ പിശാചിനെ വേട്ടയാടുകയാണ്. അങ്ങനെ അവസാനം അവിടുത്തെ ആ ഒരു ചർച്ച്, അതിലേക്ക് കയറാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ ആ പിശാചിനെ ഇവർ പിടിക്കുന്നുണ്ട്. പിന്നീട് അതിനെ തല്ലി കൊന്നു കളയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു ജിമ്മാണ്. അതിനെ കൊന്നതിന് ശേഷം അതിന്റെ വയറ് കീറി അതിനുള്ളിൽ നിന്ന് കുറെ അധികം ചോക്ലേറ്റ് എടുത്ത് വളരെ ആർത്തിയോട് കൂടിയിട്ട് ജിം കഴിക്കാൻ തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ചെറുപ്പക്കാരും. അങ്ങനെ ഹാലോവീൻ രാത്രി കഴിഞ്ഞു. ആ പിശാച് ഈ ഒരു പള്ളിയിൽ വന്ന് കയറിയില്ല. അതിനെ കൊന്നവനായിട്ടുള്ള ജിം ഈ വർഷത്തെ വിജയിയാവുകയാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള എല്ലാവരും വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് അവൻ ആ ഒരു സമ്മാനം നൽകുകയാണ്. വലിയൊരു തുകയും അതുപോലെ തന്നെ അവന് സ്വന്തമായിട്ട് വലിയൊരു വീടും. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ആ ഒരു പിശാചിനെ വേട്ടയാടാനായിട്ട് ചെറുപ്പക്കാർ ഇത്ര വാശിയിൽ ഓടിയെന്ന്? എന്നാൽ അത് മാത്രമല്ല, ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ചെറിയ ടൗൺ ഉണ്ടല്ലോ, ഒരുപാട് വലിയ ചോളത്തോട്ടത്തിന് നടുവിൽ കിടക്കുന്ന ഈ ഒരു ടൗൺ വിട്ട് ഇവിടെയുള്ള ആർക്കും പുറത്തേക്ക് പോകാൻ പറ്റില്ല. അത് ഈ ഒരു ഗ്രാമത്തിന്റെ, ഈ ഒരു ടൗണിന്റെ നിയമമാണ്. പക്ഷേ ഈ പിശാചിനെ കൊന്നു കളയുന്ന ഒരു ചെറുപ്പക്കാരന് സ്വന്തമായിട്ട് ഒരു കാറ് തന്നെ കൊടുക്കും. അതും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാർ. ആ കാർ ഉപയോഗിച്ചുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഈ നാട് വിട്ടു പോകാം, അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും എല്ലാ ചെറുപ്പക്കാരും വളരെ ആവേശത്തോട് കൂടിയിട്ട് ഈ വേട്ടയ്ക്ക് ഇറങ്ങുന്നത്. എന്തായാലും ഇത്തവണത്തെ വിജയ് ജിമ്മാണല്ലോ. അവന്റെ അനിയനോടും അതുപോലെ തന്നെ അച്ഛനും അമ്മയോടും യാത്ര പറഞ്ഞ് അവൻ പോവുകയാണ്. അവന്റെ കുടുംബത്തിന് സ്വന്തമായിട്ടൊരു വീടും അതുപോലെ തന്നെ ഒരുപാട് പണവും ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇപ്പൊ ജിം ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ പോവാൻ നേരത്ത് ഈ ജിമ്മിന്റെ അനിയനുണ്ടല്ലോ റിച്ചി വന്നിട്ട് ചോദിക്കാണ്, ചേട്ടാ എന്നെ കൂടെ കൊണ്ടുപോകുന്നു. എന്നാൽ അങ്ങനെയൊന്നും ഇവിടെ പറ്റില്ല കേട്ടോ, അത് നിയമത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ അനിയനോട് യാത്ര പറഞ്ഞിട്ട് ജിം അവിടുന്ന് പോവാണ്. എന്തോ ഈ ഒരു കാര്യത്തിൽ റിച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമമാണ്. അതുപോലെ ഈ റിച്ചിയെ കണ്ടാൽ തന്നെ ഒരു മണ്ണുണ്ണി ലുക്കാണ് കേട്ടോ. എന്തായാലും ചേട്ടൻ പോകുന്നതിൽ അവന് ഭയങ്കര വിഷമമുണ്ട്. എന്നാൽ അവരുടെ ആ ഒരു വിഷമൊന്നും പരിഗണിക്കാതെ ജിം അവന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ നാട് വിട്ട് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ആ കാറുമായിട്ട്, സമ്മാനം കിട്ടിയ കാറ് കേട്ടോ, ഇതുമായിട്ട് ആ വലിയ ചോളത്തോട്ടത്തിന്റെ നടുവിലൂടെ വലിയൊരു റോഡുണ്ട്. ആ റോഡും താണ്ടി അവൻ ഈ ഒരു ഗ്രാമം വിട്ട് തന്നെ പുറത്തേക്ക് പോവാണ്, രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞു. ഏകദേശം ഒരു വർഷം കഴിയാനായിട്ടുണ്ട്. അടുത്ത ഹാലോ
ഹാലോവീന്റെ ആ ഒരു സമയം വന്നിട്ടുണ്ട്. ഇനി ആ ഒരു പിശാച് വരാനായിട്ട് 5 ദിവസം കൂടെ ബാക്കിയുള്ളൂ. ഇതേ നേരം തന്നെ ആ ടൗണിലൂടെ നടന്നു പോകുന്ന റിച്ചിയെ കാണിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ കൊല്ലം എങ്ങനെയാണോ റിച്ചി ഉണ്ടായത് അതുപോലെയൊന്നുമല്ല, ആള് ടോട്ടലി മാറിയിട്ടുണ്ട്. ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള എടുത്തുചാട്ടക്കാരനായിട്ടുള്ള അങ്ങനെ ഒരാള് ടോട്ടലി ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. ഇങ്ങനെ മാറാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ അവന്റെ ചേട്ടനെ പോലെ തന്നെ ഈ പ്രാവശ്യം ആ പിശാചിനെ കൊന്ന് ഈ ഗ്രാമം വിട്ട് പോകാനായിട്ട് റിച്ചി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അധികം വൈകാതെ ഹാലോവിന്റെ ആ ഒരു രാത്രി വരാൻ വേണ്ടി പോകാണല്ലോ. അപ്പൊ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കാനായിട്ട് ആ നാട്ടിൽ ഷെരീഫ്, അതായത് പോലീസുകാരൻ വരുന്നുണ്ട്. അമേരിക്കയിലൊക്കെ ഇങ്ങനെ ചെറിയ ഗ്രാമത്തിലുള്ള പോലീസുകാരെ ഷെരീഫ് എന്നാ തോന്നുന്നു വിളിക്കുക. എന്തായാലും ആ ഷെരീഫ് വന്നിട്ട് ഈ മത്സരത്തിൽ, അതായത് ഈ വേട്ടയ്ക്ക് പങ്കെടുക്കാൻ നിൽക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കും ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അതായത് ഷെരീഫ് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, ഇത് വെറും ഒരു കളിയായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. കാരണം ആ പിശാച് നമ്മുടെ ചർച്ചിലെങ്ങാനും വന്ന് കയറി കഴിഞ്ഞാൽ ഒരുപാട് വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാകും. കുറേയധികം വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെയൊന്നും സംഭവിച്ചു. വലിയൊരു കൊടുങ്കാറ്റ് തന്നെ നമ്മുടെ ഒരു ഗ്രാമത്തിൽ വന്നു. അതിൽ നിന്നും ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ അതിജീവിച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ പിശാച് നമ്മുടെ ചർച്ചിൽ വന്ന് കയറാൻ പാടില്ല. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും അതിനെ കൊന്നു കളഞ്ഞിരിക്കണം. മാത്രമല്ല ഈ ഒരു വേട്ടയുണ്ടല്ലോ, അത് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഓരോ ചെറുപ്പക്കാരെയും അവരുടെ വീട്ടുകാർ അവരുടെ റൂമിൽ പൂട്ടി വെക്കും. 3 ദിവസം പച്ചവെള്ളം പോലും കൊടുക്കില്ല. എന്നിട്ട് ഹാലോവീന്റെ ആ ഒരു രാത്രിയിൽ തന്നെ അവർ തുറന്നുവിടും. എന്തിനാണെന്നറിയോ? വല്ലാത്തൊരു വെറിയും വാശിയും അവരുടെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് സിനിമയുടെ ആരംഭത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ആ ഒരു പിശാചിനെ തല്ലിക്കൊന്ന സമയത്ത് അതിന്റെ വയറ്റിലുണ്ടായിരുന്ന ചോക്ലേറ്റ് മുഴുവനായിട്ടും ഈ പിള്ളേര് ആർത്തിയോടുകൂടെ വാരി തിന്നത്. കാരണം കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവരൊന്നും കഴിച്ചിട്ടില്ല. ആ പിശാചിനെ കൊല്ലുന്നത് വരെ ഇവർക്കൊന്നും കിട്ടൂല്ല. എന്തായാലും ഈ പ്രാവശ്യവും വേട്ടയിൽ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയ്ക്ക് എന്താ കിട്ടാൻ പോകുന്നതെന്ന് കാണിക്കുന്നുണ്ട്. കാറും വീടും ഒരുപാട് പണവും. ഇതെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് ഒരാൾ നോക്കുന്നുണ്ട്. മറ്റാരുമല്ല, കഴിഞ്ഞ വർഷത്തെ വിജയിയായിട്ടുള്ള ജിമിന്റെ അനിയനായിട്ടുള്ള നമ്മുടെ കഥാനായകൻ റിച്ചി തന്നെ. എന്നാൽ അവനെ കണ്ട സമയത്ത് തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന വേറൊരു പയ്യനുണ്ട്, റെയിലി. ഒരുമാതിരി ഒരു വഴക്കാളിയാണ്. അപ്പൊ ഈ റെയിലി പറയുന്നത്, റിച്ചി നിനക്കെന്താ ഇവിടെ കാര്യം? ഒരു കാരണവശാലും നിനക്ക് ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ, ഇറങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഇടയിൽ ചെറിയൊരു ബഹളം ഉണ്ടാകുമ്പോൾ വേറൊരു ചെറുക്കൻ പറയണത്, നിങ്ങൾ എന്തിന്റെ പേരിൽ അടി കൂടുന്നത്? ഈ പ്രേതം പൂതും പിശാചും ഒന്നുമില്ല, ഇതൊക്കെ വെറുതെയാണ്. എന്നാൽ നമ്മുടെ റിച്ചിയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ബക്കി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവൻ പറയാണ്, ഇല്ല ഞാൻ ഇതിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അതും എന്റെ ചെറിയ പ്രായത്തിൽ. ഇപ്പോഴും എന്റെ ആ ഒരു പേടി ഉള്ളിന്ന് പോയിട്ടില്ല. ഇതേ നേരം തന്നെ റെയിലി പറയാണ്, അതിന് നീ ഏതാടാ? നമ്മുടെ നാട്ടുകാരൻ പോലെയല്ല, ഏതോ മെക്സിക്കയിൽ നിന്ന് വലിഞ്ഞു കയറി വന്നവൻ, അഗതിയായി വന്നവൻ. നിന്നെയൊന്നും ഞങ്ങൾ ജയിക്കാൻ വിടില്ലടാ. അതായത് ആ സമയത്ത് റേസിസം നന്നായിട്ട് അമേരിക്കയിലുള്ള സമയമാണ്. എന്നാൽ കൂട്ടുകാരനോട് മോശമായിട്ട് സംസാരിച്ചപ്പോൾ റിച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുകയാണ്. ഇതേ നേരം അങ്ങോട്ടേക്ക് വന്ന പോലീസുകാരുണ്ടല്ലോ, അതായത് ഇവർക്ക് ക്ലാസ് എടുത്തുകൊടുത്ത ആ ഒരു ഷെരീഫ് ഇപ്പോൾ റിച്ചിയെ പിടിച്ചാണ് പുറത്താക്കുന്നത്. നീ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്റെ ചേട്ടൻ ഒരു വട്ടം മത്സരത്തിന് വന്നതാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ഇനി ഇവിടെ മത്സരിക്കാൻ കഴിയില്ല. ഒരു കുടുംബത്തിലേക്ക് ഒരു തവണ സമ്മാനം കൊണ്ടുപോയാൽ മതി. അതുകൊണ്ട് നീ പൊയ്ക്കാന്ന് പറഞ്ഞിട്ട് അവനെ പുറത്താക്കണം. പക്ഷെ റിച്ചി എങ്ങനെയെങ്കിലും ആ ഒരു പിശാചിനെ കൊല്ലും, ഞാൻ ഈ നാട് വിട്ടു പോകും, ആ ഒരു ലക്ഷ്യമേ അവനുള്ളൂ. എന്നാൽ പുറത്തിറങ്ങിയ പാട് തന്നെ അവന്റെ പിന്നാലെ മറ്റാ ഒരു വഴക്കാളി പയ്യനുണ്ടല്ലോ റെയിലി, അവൻ പിന്നാലെ കൂടുന്നുണ്ട്. നേരത്തെ കൂട്ടുകാരുള്ള ധൈര്യത്തിലാണ് റെയിലിയുമായിട്ട് അവൻ വഴക്കിട്ടത്. എന്നാൽ ഒറ്റയ്ക്ക് കിട്ടിയാൽ അവൻ നന്നായിട്ട് അടിക്കും, നല്ല കുത്തുകുത്തും. അതുകൊണ്ട് തന്നെ റിച്ചി നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുന്നുണ്ട് കേട്ടോ. നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പിൽ കയറിയിട്ട് പെട്ടെന്ന് ഡോർ ക്ലോസ് ചെയ്യണം. ഇതേ നേരം തന്നെ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് ആൻസി എന്നാണ്. അപ്പൊ ആൻസി ചോദിക്കുകയാണ്, എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പേടിച്ചു പോയോ? ഏയ് എന്ത് പേടി, ചുമ്മാ സാധനം മേടിക്കാൻ വേണ്ടി ഞാൻ കയറിയതാ. ഇതേ സമയത്ത് ആൻസി ചോദിക്കുകയാണ്, അല്ല നീ ആ ഒരു ഇവന്റെ അനിയനല്ലേ, ജിമ്മിന്റെ അനിയനല്ലേ? അതേന്ന് റിച്ചി പറയാണ്. റിച്ചി എല്ലാവരും അറിയുന്നത് തന്നെ ജിമ്മിന്റെ അനിയം എന്ന രീതിയിലാണ്. എന്നാൽ റിച്ചിക്കാണെങ്കിൽ ആ ഒരു കാര്യം തീരെ ഇഷ്ടമില്ലാതാണ്. ഇപ്പൊ റിച്ചി പറയാണ്, ഇത്തവണ ജയിക്കാൻ പോകുന്നത് ഞാനാണ്, സമ്മാനവും മേടിച്ച് ഈ നാട് വിട്ട് പോകാൻ പോകുന്നത് ഞാനാണ്. ഇതും പറഞ്ഞ് അവന്റെ കൂട്ടുകാരുടെ കൂടെ നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ അതിന്റെ ഓണർ ആയിട്ടുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ആള് വന്നിട്ട് പറയണ, എടാ റിച്ചി നീ മറ്റാ ഒരു ജിമ്മിന്റെ അനിയനല്ലേ, പിന്നെ എന്തല്ലടാ സുഖമൊക്കെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ചേട്ടൻ കത്തൊക്കെ അയക്കുന്നുണ്ടെങ്കിൽ മറുപടി കൊടുക്കുമ്പോൾ എന്റെ വിശേഷം കൂടെ ഒന്ന് പറയണം കേട്ടോ. ഈ രീതിയിൽ റിച്ചിയോട് സംസാരിക്കുമ്പോൾ ആ എന്ന് തലയാട്ടിട്ട് അവൻ പോകുന്നുണ്ട്. എന്നാൽ ഒട്ടും ഇഷ്ടമല്ല, എല്ലാവരും ചേട്ടന്റെ പേരിലാണ് റിച്ചി അറിയുന്നത്. എന്നാൽ അങ്ങനെയല്ല, എനിക്കും കഴിവുണ്ടെന്ന് ഈ നാട്ടുകാർ അറിയും. ഈ വർഷം ഞാനത് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് കൂട്ടുകാരുടെ കൂടെ പോകുന്ന സമയത്ത് കൃത്യം 6 മണിയായപ്പോൾ അവിടെ ബെല്ലടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ബെല്ല് കേട്ടപാട് തന്നെ അവന്റെ ആ ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള കൂട്ടുകാരനുണ്ടല്ലോ ബക്കി പറയണം, എടാ ഞാൻ വീട്ടിൽ പോട്ടെ, ഇനി ഞാൻ ഇല്ലാന്ന് പറയണം. നീ ഓടാന്ന് പറഞ്ഞിട്ട് റിച്ചിയും വേറൊരു കൂട്ടുകാരും കൂടെ ഉണ്ട്. ഇവര് രണ്ടുപേരും കൂടെ ആ ഒരു ചോളത്തോട്ടത്തിന്റെ അരികിലേക്ക് പോവാണ് ഒരു സിഗരറ്റൊക്കെ വലിക്കാനായിട്ട്. എന്നാൽ റിച്ചി ഇപ്പൊ ഭയങ്കര വിഷമത്തില്ല. അപ്പൊ അവന്റെ ആ ഒരു കൂട്ടുകാരൻ പറയണം, എടാ നീ പേടിയൊന്നും വേണ്ടാ, ഈ തവണ നീ തന്നെ ജയിക്കും, അതിനുള്ള ടാലന്റും ആവേശവും നിനക്കുണ്ട്, നിന്റെ ചേട്ടനെ പോലെ തന്നെ ഈ നാട് വിട്ട് പുറത്തേക്ക് പോകാൻ നിന്നെ കൊണ്ട് പറ്റുവാടാ. റിച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള ആത്മവിശ്വാസം ഈ കൂട്ടുകാരൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം അവിടുന്ന് വീട്ടിലേക്ക് റിച്ചി തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് അച്ഛന്റെയും അമ്മയുടെയും കൂടി ഇരിക്കുകയാണ്. അവന്റെ അച്ഛന്റെ പേര് ഡാനിഷ് ഷെപ്പേഡ്, അതുപോലെ തന്നെ അമ്മയുടെ പേര് ഡോണ ഷെപ്പേഡ്, ഇവന്റെ പേര് റിച്ചി ഷെപ്പേഡ് എന്നാണ്. ഓക്കെ, പേരൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോ അവന്റെ അമ്മയുണ്ടല്ലോ ഡോണ, റിച്ചിക്ക് ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. അതായത് അവന്റെ ചേട്ടൻ ജിം അയച്ചതാണ്. എന്നാൽ കൂടുതലായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു പോസ്റ്റൽ കാർഡ് അത്രേ ഉള്ളൂ. ഈ സമയത്ത് റിച്ചി പറയണം, ഓ അവനിപ്പോ വലിയ തിരക്കിലായിരിക്കും, കത്തൊന്നും എഴുതാൻ നേരമില്ല അല്ലേ? അത് പോട്ടറ മോനെ, അവനൊരു ചാൻസ് കിട്ടി അവൻ പുറത്തേക്ക് പോയി, അധികം വൈകാതെ അവൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും, നീ എന്തിനാ വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിച്ചേക്കുന്നത്? ഇപ്പൊ റിച്ചി പറയണ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇത്തവണ ഇവിടെ മത്സരം നടക്കാൻ പോകുന്നുണ്ട്
പറ്റുമെന്നുണ്ടെങ്കിൽ ആ മത്സരത്തിൽ ഞാനും കൂടെ പങ്കെടുക്കാൻ പോവാണ്, ഒരു നിയമവും ഞാൻ നോക്കുന്നില്ല എന്ന് പറയാണ്. അപ്പൊ റിച്ചിയുടെ അച്ഛനായിട്ടുള്ള ഡാനിഷ് പറയാണ്, അതെങ്ങനെയാ മോനെ, ഇത്തവണയും നമ്മുടെ കുടുംബത്തിനാണ് സമ്മാനം കിട്ടുന്നെങ്കിൽ അത് ബാക്കിയുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടേ? അതൊന്നും പറ്റില്ല, ഇത്തവണ അത് വേറൊരു കുടുംബത്തിലുള്ള വേറൊരാൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയാണ്. അത് അങ്ങനെയല്ലേ നിയമം എന്ന് പറഞ്ഞപ്പോ റിച്ചി പറയാണ്, നിയമം അതൊന്നും ഞാൻ നോക്കില്ല. ഇതും പറഞ്ഞ് വാശി പിടിച്ചു നിന്നപ്പോ അവന്റെ അച്ഛൻ ഡാനിഷ് ദേഷ്യം വന്ന് അവന്റെ മുഖത്ത് നോക്കി ഒരേറ്റ അടി അടിക്കുന്നുണ്ട്. പിന്നീട് അവന്റെ മുഖത്ത് നോക്കിയൊരു കാര്യം പറയുന്നുണ്ട്, ഇത്തവണ എങ്ങാനും നീ മത്സരത്തിന് പോയാല്. ഇപ്പൊ റിച്ചി പറയുന്നുണ്ട്, അച്ഛാ നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ ചെയ്താലും ശരി ഇത്തവണ ഞാൻ പോയിരിക്കും. ഇതും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തില് അവൻ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഈ പട്ടണത്തിന്റെ ചുറ്റുമുള്ള ഒരു വലിയ ചോളത്തോട്ടുണ്ടല്ലോ, അവിടെയുള്ള ഒരു കർഷകനെ കാണിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പംകിൻ അത് പറിച്ചുകൊണ്ട് ഹാലോവിൻ രാത്രിയിൽ ആൾക്കാർ ചെയ്യില്ലേ, കണ്ണെല്ലാം അതുപോലെ തന്നെ വായെല്ലാം ഇങ്ങനെ കുത്തിപ്പൊളിച്ചുകൊണ്ട് ഒരു പ്രത്യേകതരം രൂപം ഉണ്ടാക്കില്ലേ, അതുപോലെ ഒരു രൂപം ഈ ഒരു കർഷകൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ തന്നെ വലിയൊരു കുരിശുണ്ട്. ആ കുരിശിൽ ഒരു പാവയുണ്ടായിരുന്നു. ആ പാവയുടെ തലയിലേക്ക് ഈ മത്തങ്ങ വെച്ചു കൊടുക്കുകയാണ്. ഈ കാര്യം നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. പിന്നീട് അവിടെ വെച്ച് എന്തൊക്കെയോ ചില റിച്വൽസ്, പൂജയും മന്ത്രവാദം ഇതൊക്കെ ചെയ്യാണ് ഈ ഒരു കർഷകൻ. എന്നാൽ ആരാണ് ആ ഒരു കർഷകൻ, എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. റിച്ചി എപ്പോഴത്തെയും പോലെ തന്നെ ടൗണിലേക്ക് ഇറങ്ങാണ്. എന്നാൽ ഇത്തവണ അവന്റെ പിന്നാലെ തന്നെ റെയിലിയും അവന്റെ കൂട്ടുകാരും ഉണ്ട്. അന്ന് ആ ഒരു ക്ലാസ്സിൽ വെച്ച് റിച്ചിയെ കിട്ടിയില്ല. എന്നാൽ ഇവിടെ വെച്ച് റെയിലിക്ക് അവനെ കിട്ടുകയാണ്. നല്ല അടി അടിക്കുന്നുണ്ട്. അടിച്ചൊരു പരിവാക്കിയിട്ട് റിച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അവന്റെ ഒരു ബെൽറ്റ് ഉണ്ട് കേട്ടോ. അവനും അവന്റെ ചേട്ടനും അവന്റെ അച്ഛൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബെൽറ്റിനോട് എന്തോ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഈ റിച്ചിക്കുണ്ട്. അവൻ അടിച്ചിട്ട് ആ ഒരു ബെൽറ്റ് മൂരിക്കൊണ്ടാണ് റെയിലി ഇവിടുന്ന് പോകുന്നത്. അടി കൊണ്ട് ആകെ ഒരുമാതിരി അവസ്ഥയിൽ അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ ചേട്ടൻ ജിം ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അങ്ങനെ ആ കത്ത് റിച്ചി വായിക്കാണ്. എടാ റിച്ചി, സുഖം തന്നെയല്ലേ? എനിക്കും ഇവിടെ സുഖമാണെന്ന് ചോദിച്ചാൽ അത്ര വലിയ രസമൊന്നുമില്ലടാ. നമ്മുടെ നാടിന്റെ അത്ര രസമൊന്നും ഇവിടെ ഇല്ല. നാട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നല്ലത്. ഞാൻ അധികം വൈകാതെ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുകയാണ്. ആ മത്സരത്തിൽ പങ്കെടുക്കുക, അതിൽ വിജയിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊന്നും വലിയ കാര്യമല്ലാന്ന്. വെറുതെ അതിലൊന്നും പോയിട്ട് തലവെക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് തിരിച്ചു വരും. പിന്നെ നമുക്ക് പഴയതുപോലെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആവശ്യമില്ലാതെ ആ ഒരു വേട്ടക്കൊന്നും പോവാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ കത്തിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ കത്ത് വായിച്ചപ്പോൾ റിച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവൻ ഈ ഒരു മത്സരത്തിൽ വിജയിച്ച് പുറത്തു പോയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്, എന്നോട് ഈ മത്സരത്തിൽ പങ്കെടുക്കണ്ടാന്ന്, അച്ഛന്റെ അമ്മയുടെ കൂടെ നിൽക്കാന്ന്, പുറത്തേക്ക് പോകണ്ടാന്ന്. ഇവൻ ആരാ എന്നോട് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്? അവന് മാത്രം പുറത്തു പോയിട്ട് എൻജോയ് ചെയ്താൽ മതിയോ? എനിക്കും എൻജോയ് ചെയ്യണം. അപ്പൊ തന്നെ വല്ലാത്തൊരു അടി കിട്ടി ആ ഒരു പ്രഷറും ദേഷ്യത്തിലേക്ക് നിൽക്കുന്ന റിച്ചി വിചാരിക്കാണ്, അല്ല ഞാനിപ്പോ എന്തിനാ ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്നത്? അച്ഛന്റെ കാറുണ്ട്, അതുപോലെ തന്നെ റോഡ് അങ്ങനെ നീണ്ടു കിടക്കുകയാണ്, എടുത്തങ്ങ് പോവന്നെ, അല്ലാതെ ആര് ചോദിക്കാനാ? ഈ ഗ്രാമം വിട്ടു പോകുന്നതിൽ എന്താ പ്രശ്നം? അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ റിച്ചി അച്ഛന്റെ കാർ എടുക്കുകയാണ്. ഒന്നും നോക്കിയില്ല, ആ ചോളത്തോട്ടുണ്ടല്ലോ അതിന്റെ നടുവിലൂടെ വലിയൊരു റോഡുണ്ട്. ആ റോഡിലൂടെ അവനങ്ങനെ കാർ ഓടിച്ചു പോവാണ് 100 ഈ ഗ്രാമം വിട്ട് പുറത്തേക്ക് പോകാൻ ഈ ഒരു റോഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിന്റെ കാവൽക്കാരനായിട്ട് ഷെരീഫ്, ആ പോലീസുകാരൻ അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ റിച്ചി വരുന്നത് കണ്ടപ്പോൾ റോഡിന് പുറകെ കാർ ക്രോസ് ചെയ്ത് വെച്ചിട്ട് അവന് തടുക്കുകയാണ്. എന്നാൽ അപ്പൊ തന്നെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന റിച്ചിയെ പോലീസുകാരൻ പിടിക്കുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന വടി വെച്ച് ഒരൊറ്റ അടി അടിയാണ്. ആ അടിയിൽ അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ ആ ഹാലോവിൻ നൈറ്റ് അത് വരാൻ ഇനി 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുന്നേയായിട്ട് എന്താ ചെയ്യുക? ആ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരെയും അവരുടെ വീട്ടുകാർ അവരുടെ മുറിയിൽ പൂട്ടിയിടും. ആ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ഭയങ്കര ശുഷ്കാന്തിയാണ്. കാരണം ഇവരുടെ മകൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വലിയ വീട് കിട്ടും, കാശ് കിട്ടും, കാറ് കിട്ടും, നല്ല അടിപൊളി ലൈഫായിരിക്കും പിന്നീട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മക്കളെ നിർബന്ധമായിട്ടും ഇതുപോലെ 3 ദിവസം അവർ പൂട്ടിയിടും. പൂട്ടിയിടാൻ നേരത്തെ പയ്യന്മാർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഒരു 1.5 ദിവസം കഴിയുമ്പോൾ ദാഹവും വിശപ്പൊക്കെ കാരണം ഇവന്മാരാകെ അലമ്പാവാൻ തുടങ്ങും. എന്നാലും 3 ദിവസം വരെ ഒന്നും കൊടുക്കില്ല. അങ്ങനെ ആ ഒരു 3ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇതേ നേരം തന്നെ അജ്ഞാതനായിട്ടുള്ള ആ ഒരു കർഷകനെ കാണിക്കുകയാണ്. ഇയാൾ കുറച്ചു മുന്നേ ഒരു കാര്യം ചെയ്തായിരുന്നല്ലോ, ഒരു പാവ അതിനെ കുരിശിൽ നാട്ടിയിരിക്കുകയാണ്. അതിന്റെ തലയിൽ ഈ പംകിൻ കണ്ണുപോലെയൊക്കെ കുത്തിയിട്ട് അതിന്റെ തലയിൽ ഇട്ടുകൊടുത്തില്ലേ, ആ കുരിശിന് മുകളിൽ കയറിയിട്ട് പതിയെ പതിയെ ആ ഒരു പാവയുടെ കെട്ടുകൾ അഴിക്കുകയാണ്. നിലത്തേക്ക് വീണ ആ ഒരു പാവയുണ്ടല്ലോ അതിന്റെ വയറ് കയറി അതിൽ നിറയെ ചോക്ലേറ്റ് നിറയുന്നുണ്ട്. പിന്നീട് അത് മുഴുവനായിട്ടും തുന്നിക്കിട്ടുകയാണ്. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ജീവനില്ലാത്ത ആ ഒരു പാവയുണ്ടല്ലോ അത് പതിയെ പതിയെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇതാണ് ഹാലോവീൻ നൈറ്റിൽ വരുന്ന ആ ഒരു പിശാച്, സോ ടൂത്ത് ജാക്ക്. അതുപോലെ തന്നെ 3 ദിവസം ആയതുകൊണ്ട് എല്ലാ പിള്ളേരെയും അവരുടെ വീട്ടിൽ നിന്നും തുറന്നു വിടുകയാണ്. അപ്പൊ ആ ഒരു വിശപ്പും ആ ഒരു ദേഷ്യവും വെറിയൊക്കെ ആയിട്ട് ആയുധങ്ങളെടുത്ത് മുഖം മൂടിയിട്ട് വേട്ടയ്ക്കായിട്ട് പിള്ളേർ ഇറങ്ങുകയാണ്. ഇതേ നേരം തന്നെ ഇതൊന്നും അറിയാതെ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഒരു ബോധമില്ലാതെ കിടക്കുകയാണ് റിച്ചി. ഇന്ന് രാത്രിയാണ് അവന് ബോധം വന്നത്. ബോധം വന്നപ്പോൾ തൊട്ടടുത്ത് തന്നെ അച്ഛനുണ്ട്. അപ്പൊ അച്ഛൻ അവനോട് പറയുന്നുണ്ട്, മോനെ വെറുതെ ആ ഒരു വേട്ടയ്ക്ക് പോകരുത് കേട്ടാ, നിനക്ക് നല്ലൊരു ജോലി അതുപോലെ തന്നെ ഒരു പെണ്ണ് എല്ലാം ഞാൻ സെറ്റാക്കി തരാം. എന്നാൽ ഇതിനൊന്നും മറുപടി റിച്ചി പറയുന്നില്ല. റിച്ചി ചോദിക്കുന്നത്, ഞാൻ എത്ര ദിവസമായി ഇതുപോലെ കിടക്കുന്നതെന്ന്. 3 ദിവസമായി എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഇന്നല്ലേ ഹാലോവീൻ നൈറ്റ്? ഇത് പറഞ്ഞ് വേഗം തന്നെ അവൻ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നാൽ ഡൈനിങ് ഹാളിൽ അവന്റെ അമ്മയും കുറച്ച് കേക്കൊക്കെ ഉണ്ടാക്കി വന്നിട്ട് അമ്മയും പറയുന്നുണ്ട്, മോനെ പോവല്ലടാ, ദാ അമ്മ ഉണ്ടാക്കി ഈ ഒരു കേക്ക് ഉണ്ടല്ലോ ഇത് കഴിക്ക്, എന്നിട്ട് ഇവിടെ ഇരിക്കുന്നേ. എന്നാൽ റിച്ചിക്ക് മനസ്സിലാവുന്നില്ല, എല്ലാവരും കൂടി ഇതെന്തിനാ എന്നെ മാത്രം ഇങ്ങനെ തടുക്കാൻ നോക്കുന്നേ? ചേട്ടനെ വിട്ടപ്പോ ഇങ്ങനെയൊന്നും കണ്ടില്ലായിരുന്നല്ലോ, ചേട്ടനെ വിടാൻ നേരത്തെ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ. ഇപ്പൊ അമ്മയും അച്ഛനും രണ്ടുപേരും പറയുന്നത് കേൾക്കാതെ റിച്ചി നേരെ ആ കൊണ്ടുവന്ന കേക്ക് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേ സമയത്ത് ടീനേജ് പിള്ളേർ എല്ലാവരും കൂടെ
ആയുധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു പിശാചിനെ പിടിക്കാനായിട്ട്. ആ കൂട്ടത്തിൽ റിച്ചിയുടെ 3 കൂട്ടുകാരുണ്ട് കേട്ടോ. എങ്ങനെയായാലും റിച്ചി ഇന്ന് രാത്രി വരുമെന്ന് 3 പേർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വണ്ടി റെഡിയാക്കി ഇവർ കാത്തിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് വേറെ 3 പിള്ളേർ വന്നിട്ട് പറയണം, ഇതൊന്നും നടക്കില്ല കേട്ടോ, വണ്ടി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഗെയിമിന്റെ റൂൾസിന് ഓപ്പോസിറ്റാന്ന് പറയണം. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന റിച്ചി അവന്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് കേക്ക് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പിള്ളേർക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇത് കിട്ടിയ പാടിന് അവന്മാര് ആർത്തിയോട് കൂടിയിട്ട് അത് തിന്നുകയാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവരൊന്നും കഴിച്ചിട്ടില്ല. ഈ തക്കം നോക്കി റിച്ചിയും അവന്റെ 3 കൂട്ടുകാരും കൂടെ ആ ഒരു ചെറിയ വണ്ടി എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. പോവാൻ നേരത്ത് റിച്ചിയും അവന്റെ 2 കൂട്ടുകാർക്ക് ഭയങ്കര ആവശ്യമാണ്. എന്നാൽ ആ കൂട്ടത്തിലെ ബക്കിക്ക് എന്തോ വലിയ പേടിയാണ്. ബക്കി പറയുന്നുണ്ട്, എടാ ആ രൂപത്തിന് ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാ, ഇപ്പോഴും എന്റെ കണ്ണിന്ന് ആ രൂപം പോയിട്ടില്ല. എന്നാൽ ഇവർ ഈ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് റോഡിലൂടെ പോയ എന്തോ ഒന്നിന് വണ്ടി ചെന്ന് ഒരേറ്റ അടിയാണ്. നോക്കുമ്പോൾ ഇവര് തേടി വന്ന ആ ഒരു പിശാച്ച് സോ ടൂത്ത് ജാക്കിന്റെ ദേഹത്താണ് ഇവർ വണ്ടി ഇടിച്ചത്. ഇപ്പൊ റിച്ചി പറയാണ്, എന്താടെ ഇപ്പോ സംഗതിയൊക്കെ ഇവിടെ വെച്ച് തീരാൻ പോവാണ്. ഇതും പറഞ്ഞ് പിള്ളേര് 4 പേരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ പിശാചിന്റെ ദേഹത്ത് വണ്ടി തട്ടിയെങ്കിലും അതിനൊന്നും പറ്റിയില്ല. അത് ആ ഒരു ചോളത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ് ഇപ്പോൾ. മാത്രല്ല അത് പോയ ആ ഒരു കാൽപ്പാട് അത് ഫോളോ ചെയ്ത് 4 പിള്ളേരും പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ ദേഹത്ത് ഇടിച്ചതുകൊണ്ട് അതിന്റെ ദേഹം ചെറുതായിട്ടൊന്ന് കീറിപ്പോയി. അപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ചോക്ലേറ്റിന്റെ പീസുകളൊക്കെ പുറത്തേക്ക് തെറിച്ചുകൊണ്ടുണ്ട്. ആർത്തിയോട് കൂടിയിട്ട് റിച്ചി അല്ലാതെ ബാക്കി എല്ലാവരും അത് കഴിക്കുമ്പോൾ റിച്ചി പറയണം, ആദ്യം വാടാ അതിനെ കൊല്ലാം എന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു തോട്ടത്തിലേക്ക് ഇവർ 4 പേര് ഓടിപ്പോകുന്നുണ്ട്. എന്നാൽ ഇവര് വിചാരിച്ചതുപോലെ ഒരു ബുദ്ധിയില്ലാത്ത പിശാചൊന്നും അല്ല അത്. വളരെ കണ്ണിങ് ആയിട്ട് ഏറ്റവും പിറകാലെ വരുന്ന ആളെ ആ ചോളത്തോട്ടത്തിന്റെ അടിയിൽ മറഞ്ഞിരുന്നുകൊണ്ട് കഴിഞ്ഞ് പിന്നിൽ നിന്നും ആക്രമിച്ചിട്ട് ആ ഒരു പിശാച് കൊന്നുകളയാണ്. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഭയക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ബക്കി അവൻ അവിടുന്ന് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റിച്ചി ഉണ്ടല്ലോ, അവന്റെ കൂടെ നിന്ന് അവന് കോൺഫിഡൻസ് കൊടുക്കുന്ന അവന്റെ ആ ഒരു എന്താ പറയാ ചങ്ക് എന്ന് പറഞ്ഞ ചങ്ങാതി ഉണ്ടല്ലോ, ഇവന്റെ ചങ്ക് തന്നെ ആ ഒരു പിശാച് വന്ന് മുറിച്ചിടുകയാണ്. അതും റിച്ചിയുടെ മുന്നിൽ വെച്ച്. ഈ കാര്യം കാണുമ്പോൾ പേടിക്കാതിരിക്കാൻ പറ്റുമോ? റിച്ചി ആകെ പേടിക്കുകയാണ്. ഒന്നും നോക്കിയില്ല. ഭയം കാരണം ആ ഒരു ചോളത്തോട്ടത്തിലൂടെ ഓട്ടം ഓടി അവസാനം ഒരു മരത്തിന്റെ വീട് കാണുന്നത്. തൽക്കാലം അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അവൻ വിളിക്കുന്നുണ്ട്. എന്നാൽ ആ നേരം എന്തോ ഒരു ശബ്ദം കേട്ട് അത് ആ ഒരു പിശാചായിരിക്കും എന്ന് കരുതി അതിനെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ ആ കാട്ടിൽ നിന്നും വന്നത് മറ്റാരുമായിരുന്നില്ല. അന്ന് അവൻ കണ്ട, അതായത് കടയിൽ വെച്ച് കണ്ട നാൻസി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളായിരുന്നു. കണ്ണെല്ലാം കിട്ടി അവളും ഇതുപോലെ വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ റിച്ച് ചോദിക്കാണ്, നീ എന്ത് ഇവിടെ? നിനക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ, അതായത് ലേഡീസിന് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ഈ ഗ്രാമം വിട്ടു പോകണമെന്ന് അവൾക്ക് നല്ല താല്പര്യമാണ്. അതുകൊണ്ടാണ് ആരും അറിയാതെ വേഷം മാറി അവളും ഇതുപോലെ വേട്ടക്കായിട്ട് ഇറങ്ങിയത്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് മറ്റൊരാൾ കൂടെ വരുന്നുണ്ട്. അതായത് ഈ റിച്ചിയുടെ കൂട്ടുകാരായിട്ടുള്ള ബക്കി ഉണ്ടല്ലോ, അവൻ തന്നെ. ബക്കി വന്നിട്ട് പറയണ, എന്റെ പൊന്നു റിച്ചി, ഈ പരിപാടിക്ക് ഞാനില്ല, എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ആൻസി ഉണ്ടല്ലോ, അവള് പറയണ, ഞാൻ എന്തായാലും പോയിട്ട് അതിനെ ഹണ്ട് ചെയ്യാൻ പോവാ. എന്നാൽ വളരെ നിസ്സാരമായിട്ട് ഈ ഒരു കാര്യം നാൻസി പറഞ്ഞ സമയത്ത് റിച്ചി പറയണ, നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്? അത് ഭയങ്കര ശക്തിയായിട്ടുള്ള ഒരു ജീവിയാണ്, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് അതിനെ പോയി നേരിടാം. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ഈ കമ്പും കൊല്ലൊന്നും നടക്കില്ല, ഗണ്ണ് തന്നെ വേണം. ആൻസി ചോദിക്കാണ്, ഗണ്ണോ? അതിപ്പോ എവിടെ നിന്ന് കിട്ടുക? അത് പിന്നെ ഒരു കാര്യം ചെയ്യും, എനിക്കറിയാം, വാ എന്റെ കൂടാന്ന് പറഞ്ഞിട്ട് റിച്ചി ഇപ്പൊ ആൻസിയും കൂട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പേടിച്ചു പോയ ബാക്കിയുണ്ടല്ലോ നേരെ പോകുന്നത് അവന്റെ വീട്ടിലേക്കാണ്. കഥക് തട്ടി അച്ഛനോടും അമ്മയോടും കേണ അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് എന്നെ വീട്ടിൽ കയറ്റി, എനിക്ക് പേടിയാവുന്നു. എന്നാൽ അവന്റെ അച്ഛനും അമ്മയും പറയാണ്, മോനെ ഇതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല, നിർബന്ധമായിട്ട് നീ ഒരു മത്സരത്തിൽ പങ്കെടുത്തേ മതിയാവുള്ളൂ. അതും പറഞ്ഞ് ഒരു മനസാക്ഷിയും കാണിക്കാതെ അവര് ഡോർ അടക്കുകയാണ്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ആ ഒരു പിശാച് വരുന്നുണ്ട്. ഇതിനെ കണ്ട് പേടിച്ച് നമ്മുടെ ഈ ഒരു ബക്കി വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് ഓടുകയാണ്. അതായത് കുടുംബത്തിന്റെ നിർബന്ധം കാരണം ധൈര്യമില്ലാതെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരുപാട് പിള്ളേരുണ്ട്. ഇവർ ഒളിച്ചിരിക്കുന്ന ഒരു ബങ്കർ ഉണ്ട്, അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ബക്കി ഓടിച്ചെന്നത്. എന്നിട്ട് അവിടുത്തെ ആ ഒരു ഡോറിന്റെ അരികിൽ നിന്ന് അവരോട് എന്നെയും കൂടെ ഉള്ളിൽ കയറ്റാൻ പറയാണ്. എന്നാൽ അവന്മാര് പറയാണ്, ഒരു $20 അത് തന്നാലേ നിന്നെ ഉള്ളിൽ കയറ്റുള്ളൂ. എന്നാൽ ബക്കിയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതേ നേരം തന്നെ അവന്റെ പിന്നാലെ വന്ന പിശാച് അവനെ കൊല്ലുകയാണ്. മാത്രമല്ല ഈ സ്ഥലം കണ്ടുപിടിച്ച പിശാച് ആ ബങ്കറിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒരെണ്ണത്തിനെ പോലും ബാക്കി വെക്കാതെ 10-40 എണ്ണം ഉണ്ടായിരുന്നു, എല്ലാത്തിനെയും തീർക്കുകയാണ്. ആ ബങ്കറിന്റെ പുറത്തേക്ക് ഒരുമാതിരി പൈപ്പ് പൊട്ടിയതുപോലെ ചോര കണ്ട് തെറിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റിച്ചി അതുപോലെ ആൻസി 2 പേരും ഗണ്ണെടുക്കാൻ വേണ്ടി പോയത് എങ്ങോട്ടേക്കാണ്? ഗണ്ണ് ഉപയോഗിക്കുന്ന ഷെരീഫ് ഉണ്ടല്ലോ, അയാളുടെ വീട്ടിലേക്ക് തന്നെ. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു ആ ഒരു ഗണ്ണുമായിട്ട് പതിയെ റിച്ചി പുറത്തേക്ക് വന്നപ്പോൾ ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, റിച്ചിയുടെ അച്ഛനായിട്ടുള്ള ഡാനിഷ് ഷെപ്പേർഡ് ആയിരുന്നു. ഡാനിഷ് ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ വന്നിട്ട് വാതിൽ തട്ടുകയാണ്. ഷെരീഫിനോട് എന്തോ ഒരു കാര്യം പറയാണ്ട് നല്ല ദേഷ്യത്തിലാണ്. എന്നാൽ ഷെരീഫ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛൻ ഡാനിഷ് അവിടുന്ന് തിരിച്ചു പോകണം. എന്നാൽ ഷെരീഫ് തൊട്ടപ്പുറത്ത് തന്നെ വേറെ 2 വീട്ടില് അവിടുത്തെ ടീനേജ് ആയിട്ടുള്ള പിള്ളേര് ഈ മത്സരത്തിന് ഇറങ്ങാതെ പേടിച്ച് ഉള്ളിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവന്മാരെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുകയായിരുന്നു. ഇതേ നേരത്ത് തന്നെ റിച്ചി എന്താ ചെയ്തത്? ഈ ഷെരീഫിന്റെ കാറുണ്ടല്ലോ അത് തന്നെ അടിച്ചു മാറ്റി അവിടെ നിന്ന് പോകുന്നുണ്ട്. പരമാവധി അതിന് നേരെ ഷൂട്ട് ചെയ്ത് അതിനെ നിർത്തിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അതുമായിട്ട് റിച്ചി രക്ഷപ്പെടുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഇതൊരു പോലീസുകാരന്റെ വണ്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിലേക്ക് അങ്ങനെ റേഡിയോ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ലേഡി പോലീസ് ഒരു കാര്യം പറയുന്നുണ്ട്, മാർക്കറ്റിന്റെ പിറകിൽ ഒഴിഞ്ഞു കിടക്കുന്ന ആ ഒരു ഗോഡൌൺ, ആ ഗോഡൌണിന്റെ ഭാഗത്ത് ആ പിശാചിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിള്ളേരോട് എല്ലാവരോടും പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊള്ളാൻ വേണ്ടി പറയാം. അതുപോലെ ഒരുപാട് പിള്ളേര് മാർക്കറ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് ചെന്നിട്ട് അവർക്ക് ആ ഒരു വിശപ്പുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഷോപ്പുകൾ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മെസ്സേജ് കേട്ട പാടിന് റിച്ചിയും അതുപോലെ ആൻസി 2 പേരും നേരെ മാർക്കറ്റിന്റെ പിന്നിലേക്ക് പോവാണ്.
അതുപോലെ മാർക്കറ്റിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഈ പിള്ളേർക്ക് ഭയങ്കര വിശപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പല കടകളും ആക്രമിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ഓണേഴ്സ് പരമാവധി കയ്യിലുള്ള ആയുധം വെച്ച് അതിനെ തടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പിള്ളേരുടെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇതേ നേരം തന്നെ പിശാച് പല ഭാഗത്തോടെയും നടക്കുന്നുണ്ട്, പല പിള്ളേരെയും കൊല്ലുന്നുമുണ്ട്. എന്നാൽ അതിനെ തേടി പോകുന്ന റിച്ചി അതുപോലെ തന്നെ ആൻസി ഇവരുടെ മുന്നിലേക്ക് പെട്ടെന്ന് ആ ഒരു റെയിലി ഉണ്ടല്ലോ, റൗഡി പയ്യൻ, അവൻ വന്ന് നിൽക്കുകയാണ്. നീ എങ്ങോട്ടേക്കാടാ? ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ നിനക്ക് യാതൊരു അവകാശമില്ലല്ലോ. അതുപോലെ ഈ ബ്ലാക്ക് അമേരിക്കൻ ഈ ലേഡിയും കൊണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത്? ഇവൾക്കും ഇതിൽ മത്സരിക്കാൻ യാതൊരു അവകാശമില്ല. പോരാത്തതിന് ഇവളൊരു കറുത്ത വർഗ്ഗക്കാരിയാണ്. അതായത് അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര വർഗീയതയും വംശീയതയൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തെറ്റാണ്, ഭയങ്കര ക്രിമിനൽ കേസായി മാറും അതൊക്കെ. അപ്പൊ ആ ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ, അങ്ങനെയൊന്നും പറയാനേ പാടില്ല കേട്ടോ. ഈ ആൻസിയെ കുറിച്ച് ഇതുപോലെ മോശമായിട്ട് പറഞ്ഞപ്പോൾ എന്തോ റിച്ചിക്ക് വല്ലാണ്ട് ദേഷ്യം വരിക. കയ്യിൽ ഓൾറെഡി ഒരു ഗണ്ണുണ്ട്, അത് വെച്ച് ഈ റെയിലെ ഒന്ന് ഭീഷണിപ്പെടുത്താണ്, ഒന്ന് പീഡിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അത് വെച്ച് തന്നെ 2 വീക്കാൻ കൂടി വീക്കാണ്. അവൻ വീണപ്പോ ഇവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ബെൽറ്റ് അന്ന് റിച്ചി അടിച്ച് അവൻ കൊണ്ടുപോയില്ലേ, അതേ ബെൽറ്റ് റെയിലിയുടെ അരയിലുണ്ട്. അതിപ്പോ എന്താക്കി റിച്ച് തന്നെ ഊരിയെടുക്കുകയാണ്. ഇതിനുശേഷം റിച്ചിയും അതുപോലെ തന്നെ ആൻസി രണ്ടുപേരും കൂടെ വീണ്ടും ആ ഒരു പിശാചിനെ തേടി പോവാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് കാർ നിർത്തി രണ്ടുപേരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ നേരത്ത് റിച്ചി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല ആൻസി, നീ ശരിക്കും ഈ ഒരു ടൗണിലുള്ള ആളല്ലോ, പിന്നെ എങ്ങനെ അവിടെ വന്ന് പെട്ടത്? ആ സമയത്ത് ആൻസി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു 19 വർഷങ്ങൾക്ക് മുന്നേ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലാത്ത സമയത്ത് ഈ ഗ്രാമം വിട്ട് പുറത്ത് വന്ന ആളാണ് എന്റെ അച്ഛൻ. പിന്നെ പുറത്തുനിന്നാണ് അച്ഛൻ വിവാഹം കഴിച്ചതൊക്കെ. കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഞാൻ ഉണ്ടായത് തന്നെ. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി. എനിക്ക് ആരും ഇല്ലാതെയായി. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ആന്റിയുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വന്നതാണ്, അതായത് ഈ ഗ്രാമത്തിലേക്ക്. എന്നാൽ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞോ? ശരിക്കും ഞാൻ വന്ന് പെട്ടു എന്ന് പറയാം. അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥലം വിട്ട് എനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അല്ല, നീ എന്തിനാണ് ഇവിടെ വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് റിച്ചിയോട് ചോദിച്ചപ്പോൾ അവൻ പറയാണ്, ഒന്നുമില്ല, ചേട്ടനെ പറ്റി ആൾക്കാർ പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാവാണ്. അവനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ എന്തിനാണ് അവൻ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്? അവൻ പോയേ പിന്നെ എന്തെന്നറിയില്ല, ഭയങ്കര ഒരു ടെൻഷനാണ് മനസ്സിൽ. അപ്പൊ പുറത്തു പോയിട്ട് എനിക്ക് അവനോട് ചോദിക്കണം, നീ എന്തിനാടാ എന്നെ ഒറ്റയ്ക്കാക്കി പോയത്? അതിനുവേണ്ടി എനിക്ക് ഈ ഒരു മത്സരത്തിൽ വിജയിക്കണം, കാറും കിട്ടണം, എന്നിട്ട് ഞാൻ പുറത്തേക്ക് പോകും. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന ഇതേ നേരം തന്നെ പോലീസുകാരന്റെ വണ്ടിയാണല്ലോ. അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും മെസ്സേജ് കിട്ടുകയാണ്, പിശാച് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, അവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ട പാടിനെ റിച്ചിയും ആൻസിയും കൂടെ നേരെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ഈ മെസ്സേജ് ഇപ്പൊ കൊടുത്തത് അത് ഷെരീഫിന്റെ പ്ലാൻ ആയിരുന്നു. ഷെരീഫിന്റെ പദ്ധതി അനുസരിച്ച് അങ്ങോട്ടേക്ക് റിച്ചിയും അതുപോലെ തന്നെ ഈ ഒരു ആൻസിയും വരുത്തിക്കാനുള്ള അയാളുടെ ഒരു പദ്ധതി. എന്നാൽ ഇതൊന്നും അറിയാതെ റിച്ചിയും ആൻസിയും കൂടെ അങ്ങോട്ടേക്ക് പോയി. എന്നാൽ ഷെരീഫ് പോലും വിചാരിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു. അതായത് കറക്റ്റ് ആ ഒരു സ്ഥലത്ത് ആ ഒരു പിശാച് ഉണ്ടായിരുന്നു. ഇപ്പൊ റിച്ചിയുടെ കയ്യിൽ ഗണ്ണുണ്ട്, നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് അതിന് ഷൂട്ട് ചെയ്ത് കൊല്ലാം, എളുപ്പമാണ്. എന്നാൽ അവന്റെ മുന്നിലേക്ക് വളരെ കാമായിട്ട് ആ ഒരു പിശാച് വരുന്നുണ്ട്. ഈ നേരം കറക്റ്റായിട്ട് തന്നെ അതിന്റെ നെറ്റിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കൊല്ലാൻ കഴിയും. എന്നാൽ പെട്ടെന്നൊരു കാര്യം കണ്ട് റിച്ചി ആകെ ഷോക്കായി പോവാണ്. ഈ വരുന്ന ഈ പിശാച് ഉണ്ടല്ലോ, സോ ടൂത്ത് ജാക്ക്, അതിന്റെ അരയിൽ ഒരു കാര്യം കണ്ട് അത് കണ്ടാണ് അവൻ ഞെട്ടിപ്പോയത്. അതിന്റെ അരയിലെ ആ ഒരു ബെൽറ്റ് തന്നെ, ഈ ബെൽറ്റ് തന്നെയാണ് റിച്ചിയുടെ അരയിലും കിടക്കുന്നത്. പക്ഷേ എങ്ങനെ ആ ഒരു ബെൽറ്റ് ഈ പിശാചിന്റെ കയ്യിൽ വന്നു? പിശാചാണെങ്കിൽ അവനൊന്നും ചെയ്യുന്നില്ല. റിച്ചി വല്ലാത്തൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ പെട്ടെന്ന് തന്നെ ആൻസി അതിനെ കൊല്ല് പറയുന്നുണ്ട്. എന്നാൽ അവൾ ഒച്ചയുണ്ടാക്കിയ സമയത്ത് പെട്ടെന്ന് തന്നെ പിശാച് അവൾ ഒരൊറ്റ തട്ടൽ തട്ടുകയാണ്, തെറിച്ചു പോയി വീഴുന്നുണ്ട്. അപ്പോഴേക്കും റിച്ചി കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഇപ്പൊ ആൻസി വന്ന് കയറുകയാണ്. എന്നാൽ വന്ന് കയറിയ പിന്നെ അവന് ഭയങ്കര കൺഫ്യൂഷൻ. അതായത് ആ പിശാചിന്റെ അരയിൽ എങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലിയുടെ ആ ഒരു ബെൽറ്റ് വരിക? അങ്ങനെ ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ഷെരീഫ് ഉണ്ടല്ലോ, ഇപ്പൊ റിച്ചിയെ ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. മര്യാദക്ക് ഇറങ്ങടാന്ന് പറയാണ്. നിനക്ക് ഈ ഗെയിം കളിക്കാൻ യാതൊരു അർഹതയില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ റിച്ചി പറയുന്നുണ്ട്, ഇനി ഞാൻ ഈ ഗെയിം കളിക്കുന്നില്ല, ഞാൻ വേട്ടയാടാനും പോകുന്നില്ല. ഇവിടെ വേട്ടയാടലല്ല, ആ ഒരു പിശാച്, എനിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങളുണ്ട്, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആ ഷെരീഫിനോട് ചോദിച്ചപ്പോൾ ഇയാൾ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. മര്യാദക്ക് വണ്ടി നിറകടാന്ന് പറയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ റിച്ചാർഡ് അയാളുടെ ആ ഒരു ഗണ്ണ് തട്ടി മാറ്റി ഒരു വിധത്തിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. നേരെ പോകുന്നത് റിച്ചിയുടെ വീട്ടിലേക്ക് തന്നെയാണ്. പരിക്ക് പറ്റിയ നമ്മുടെ ഈ ആൻസി ഉണ്ടല്ലോ, അവളുമായിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ വീട്ടിലേക്ക് കയറി ചെന്ന പാട് തന്നെ റിച്ചിയുടെ അമ്മ നന്നായിട്ട് കുടിച്ച് ഒരു അബോധാവസ്ഥയിലാണ് വീട്ടിൽ നിൽക്കുന്നത്. അപ്പൊ അമ്മയോട് റിച്ചി ചോദിക്കുന്നുണ്ട്, അമ്മേ സത്യം പറ, ഒരുപാട് കത്തുകൾ ചേട്ടൻ അയക്കുന്ന രീതിയിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ആ കത്തൊക്കെ ചേട്ടൻ തന്നെയാണോ അയച്ചത്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടിയാണോ അയച്ചത്? ഇത് കേട്ടപ്പോ ഈ ഡോണ ഷെപ്പേർഡ് പറയാണ്, മോനെ നീ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ റിച്ചി പറയാണ്, അമ്മേ നുണ പറയാൻ നിൽക്കണ്ട, നമ്മൾക്ക് ആർക്കും അറിയാത്ത എന്തൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും അതിനെക്കുറിച്ച് നന്നായിട്ട് ധാരണയുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ ഓൾറെഡി കുടിച്ച് ബോധമില്ലാതെ റിച്ചിയുടെ അമ്മയുണ്ടല്ലോ, ഡോണ നേരെ കിച്ചണിലേക്ക് പോവാണ്. അവരുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്. എന്നിട്ട് റിച്ചി നോക്കിയിട്ട് പറയാണ്, മോനെ തെറ്റ് പറ്റിപ്പോയി മോനെ, ഇനിയിപ്പോ ഇത് ഞാനോ നിന്റെ അച്ഛനോ ഈ നാട്ടുകാരോ ആരും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ നടക്കുന്ന കാര്യങ്ങൾ അതിന് യാതൊരു മാറ്റം വരുത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഇത് വലിയൊരു ശാപത്തിന്റെ ഭാഗമാണ്. അതിന് എനിക്കും കൂട്ടു നിൽക്കേണ്ടി വന്നു. നിന്നെയും കൂടെ നഷ്ടപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് നിന്റെ അടുത്ത് ഈ വേട്ടയ്ക്ക് പോകരുത് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എന്നെങ്കിലും ഒരു ദിവസം ഇത് അവസാനിക്കുമായിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കുറ്റബോധം കാരണം ഡോണ അവളുടെ കഴുത്ത് സ്വയം മാറുത്ത് അവിടെ മരിച്ചു വീഴുകയാണ്. ഈ ഒരു കാര്യം കണ്ട സമയത്ത് റിച്ചി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലായി. അതായത് ഈ വർഷം ഹാലോവിൻ രാത്രിയിൽ എഴുന്നേറ്റ് വന്ന ആ ഭൂതമുണ്ടല്ലോ, ആ പിശാച് സോ ടൂത്ത് ജാക്ക്, അത് മറ്റാരുമല്ല കഴിഞ്ഞ വർഷം
വിജയിച്ച അവന്റെ ചേട്ടനായിട്ടുള്ള ജിമ്മാണ്. ചുറുചുറുക്കോടെ ഒരുപാട് ആഗ്രഹങ്ങളോടെ ഈ നാട് വിട്ട് സമ്മാനമായി കിട്ടിയ ആ ഒരു കാറുമായിട്ട് പോയ ജിം അവൻ എന്തോ ഒന്ന് സംഭവിച്ചു. അവനാണ് ഇപ്രാവശ്യത്തെ പ്രേതമായി വന്നിരിക്കുന്നത്, പിശാചായി വന്നിരിക്കുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും മത്സരത്തിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ അവനാണ് അടുത്ത വർഷത്തെ പിശാചായി വരിക. അങ്ങനെ ഈ നാട് വിട്ട് രക്ഷപ്പെട്ട് പോകാൻ നോക്കുന്ന ആളുണ്ടല്ലോ, രാത്രിയിൽ അവൻ പോകുമ്പോൾ അവനെ വഴിക്ക് വെച്ച് പിടിക്കും. എന്നിട്ട് അവൻ ആ ഒരു ചോളത്തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് ഒരു കുഴിയിൽ കുഴിച്ചു മൂടി 1 വർഷത്തിന് ശേഷം അവനെ പുറത്തെടുക്കും. അവനൊരു പിശാചാക്കി മാറ്റും. എന്നാൽ അതൊരു പിശാചല്ല, വെറൊരു മനുഷ്യനാണ്. അതിന്റെ ആത്മാവിന് സ്വയം മോക്ഷം കിട്ടാനായിട്ടാണ് ചർച്ചിലേക്ക് എല്ലാ പ്രാവശ്യവും ഇതുപോലെയുള്ള പിശാചികൾ വരാൻ നോക്കുന്നത്. എന്നാൽ ഒരു കാരണവശാലും അത് ചർച്ചിൽ വന്ന് കയറാൻ പാടില്ല. അങ്ങനെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഈ നാടിന് എന്തോ വലിയ ആപത്ത് വരും. അതുകൊണ്ട് തന്നെ ചർച്ചിലേക്ക് വരുന്ന പിശാചിനെ ഇവരെല്ലാവരും വേട്ടയാടി കൊന്നുകളയും. ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് ഈ നാട്ടിലെ ആ ഒരു ഷെരീഫാണ്. ഷെരീഫിന്റെ കൂടെ തന്നെ ഇവിടെയുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരും. ഇവരുടെ ആ ഒരു അന്ധവിശ്വാസം, ആ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഓരോ തവണയും ഓരോ ചെറുപ്പക്കാരെ ഇവർ ബലി കൊടുക്കുകയാണ്. അതായത് കഠിനമായ ദുർമന്ത്രവാദങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് പാവം ചെറുപ്പക്കാരെ ഇതുപോലെ വികൃത രൂപികളാക്കി മാറ്റുകയാണ്. എന്തിന്? വെറും ഒരു അന്ധവിശ്വാസത്തിന്റെ പുറത്ത്. ഇതേ നേരം തന്നെ ആ പിശാചിനെ കാണിക്കുകയാണ്. അത് പിശാചല്ല, നമ്മുടെ റിച്ചിയുടെ ചേട്ടനായിട്ടുള്ള ജിമ്മാണ്. ആ പാവത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നോക്കി രൂപമെല്ലാം വികൃതമായിട്ട് ഒരുപാട് വേദന സഹിച്ചുകൊണ്ട് അവന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ചർച്ചിലേക്ക് വന്ന് കയറാൻ നോക്കുന്നത്. അല്ലാതെ ആരെയും ഉപദ്രവിക്കാനല്ല. ഇപ്പൊ ജിമ്മ് വന്നിരിക്കുന്നത് ഇവരുടെ ആ ഒരു പഴയ വീട്ടിലാണ്. ആ വീട്ടിലായിരുന്നു ജിമ്മിന്റെ എല്ലാ ഓർമ്മകളും ഉണ്ടായിരുന്നത്. എന്നാൽ പണത്തിനോടും സമ്പത്തിനോടുള്ള ആ ആഗ്രഹവും ആർത്തിയും കാരണം അവസാനം അവന് കിട്ടിയത് എന്താണ്? ഇങ്ങനെ ഒരു ലൈഫാണ്, നരകിച്ചുകൊണ്ടുള്ള ഒരു ലൈഫ്. അതുകൊണ്ട് തന്നെ അവന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. ആ വീടിനെ മുഴുവനായിട്ടും അവൻ തീയിട്ട് ചാമ്പലാക്കി കളയാണ്. എന്നാൽ വെറും ചെറുപ്പക്കാരുടെ അത്യാഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ഈ നാട്ടിലെ പ്രായമായിട്ടുള്ള ആൾക്കാർ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവരെ ചതിച്ചാണ് ഈ അവസ്ഥയിലേക്ക് ഇവരെ പറഞ്ഞു വിടുന്നത്. ഇപ്പോ ആ ഒരു ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇപ്പൊ പോലീസുകാരൻ, അതായത് ആ ഒരു ഷെരീഫിനെ റിച്ചിയുടെ അച്ഛനുണ്ടല്ലോ ഡാനിഷ് കാണുകയാണ്. അപ്പൊ ഡാനിഷ് എപ്പോഴും പറയുന്നുണ്ട് മതി ഇതെല്ലാം നിർത്താന്ന് പറഞ്ഞപ്പോൾ ഈ ഷെരീഫ് പറയാണ്, നിങ്ങൾ എന്തീ പറയുന്നത്? നമ്മൾ ഈ ഒരു ചടങ്ങ് എല്ലാ വർഷവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നാടിന് യാതൊരു ആപത്തും ഇല്ലാത്തത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു കൊടുങ്കാറ്റ്? അതിപ്പോ ഇല്ലാത്തതും നമ്മളെല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുന്നില്ലേ? അതിന്റെ കാരണം എന്താണ്? നമ്മൾ ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും നോക്കണ്ട, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഈ ഷെരീഫ് ഉണ്ടല്ലോ ഡാനിഷിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ്, നിങ്ങൾ പൊയ്ക്കെന്ന് പറയാം. എന്നാൽ ഇതേ നേരം തന്നെ റിച്ചിയും അതുപോലെ തന്നെ ആൻസിയും കാണിക്കുന്നുണ്ട്. റിച്ചിക്ക് കാര്യമൊക്കെ മനസ്സിലായല്ലോ, ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പിശാച്, ആ പിശാച് അത് മറ്റാരുമല്ല, അവൻ ജീവന് തുല്യം സ്നേഹിച്ച അവന്റെ ചേട്ടൻ ജിമ്മായിരുന്നു എന്ന്. എന്തായാലും റിച്ചിയോട് ആൻസി ഒരു കാര്യം പറയുന്നുണ്ട്, എന്തായാലും ഈ നാട്ടിൽ അങ്ങനെ ഒരു പിശാചോ പ്രേതോ ഒന്നും ഇല്ലാന്ന് മനസ്സിലായാലും ഇനി നമുക്ക് ഈ ഒരു നാട് വിട്ട് പോയിക്കൂടെ എന്ന് ആൻസി പറഞ്ഞപ്പോൾ റിച്ചി പറയാണ്, വേണ്ട, നമുക്ക് ഇപ്പൊ രക്ഷപ്പെടാൻ പറ്റും, പക്ഷേ നമ്മളിപ്പോ രക്ഷപ്പെടാൻ പാടില്ല. നമ്മളല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരാൾ ജിമ്മിനെ വന്ന് കൊന്നുകളയും, അവനാവും അടുത്ത വർഷത്തേരാ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജിമ്മിന്റെ ആ ഒരു ആഗ്രഹം, അതായത് ആ പള്ളിയിലേക്ക് വന്ന് കയറാം, അവർക്ക് മോക്ഷം കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ആ ഒരു പിശാചല്ലാതെ ജിമ്മാണ്, ജിമ്മിനെ സഹായിക്കണം. എന്നിട്ട് അടുത്ത വർഷത്തേക്ക് ഇതിനു വേണ്ടി ഒരു എര ഉണ്ടാവാൻ പാടില്ല. ഇതേ സമയത്ത് തന്നെ ഷെരീഫ് നോക്കുമ്പോൾ അത്യാവശ്യം സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, 12 മണിയാവാനായിട്ടുണ്ട്. അതുപോലെ തന്നെ പിശാചായി മാറിയ ജിം ആണെങ്കിൽ ആ ഒരു ചർച്ചിന്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും അതിന് തടുക്കണം. അതിനായിട്ട് തന്നെ ഷെരീഫ് എന്ത് ചെയ്തു, നമ്മുടെ റിച്ചയെ എപ്പോഴും ഉപദ്രവിക്കുന്ന ഒരു റൗഡി പയ്യനുണ്ടല്ലോ റെയിലി, അവനെ വിളിച്ചു വരുത്തിയിട്ട് അവന്റെ കയ്യിൽ ഗണ്ണ് കൊടുത്തിട്ട് പറയണം, എടാ ഇപ്രാവശ്യത്തെ വിജയ് അത് നീയാണ്, എന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും നിനക്കുണ്ടാവും, പിന്നെ ഈ ഗണ്ണ് വെച്ച് എളുപ്പത്തിൽ നിനക്ക് അതിനെ കൊല്ലാം. ഇതും പറഞ്ഞ് അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാറിൽ നേരെ ആ ഒരു പിശാചിന്റെ അടുത്തേക്ക് പോവാം. അതായത് ഷെരീഫിന് കൊല്ലാൻ കഴിയില്ല, ഷെരീഫ് കൊന്നു കഴിഞ്ഞാൽ ഷെരീഫായിരിക്കും അടുത്ത തവണ പിശാചായിട്ട് മാറുക. അതുകൊണ്ട് തന്നെ ആളൊരു റൗഡി പയ്യനാണെങ്കിലും അവനെയാണ് ഇനി അടുത്ത വർഷം ഇവര് പിശാചാക്കാൻ പോകുന്നത്. എന്തായാലും ഈ ചതിയൊന്നും അറിയാതെ ഗണ്ണുമായിട്ട് ഈ ഷെരീഫിന്റെ കൂടെ റെയിലി അങ്ങനെ പോവാണ്. ഇതേ നേരം തന്നെ റിച്ചിയും ആൻസിയും കൂടെ നേരെ ചർച്ചിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അധികം വൈകാതെ പിശാചായി മാറിയ ജിം എന്തായാലും ഇങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് ആ ഒരു ചർച്ചിൽ തന്നെ ഇവർ രണ്ടുപേരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ ചർച്ചിന്റെ ഉള്ളിൽ തന്നെ ഇവന്റെ അച്ഛനായിട്ടുള്ള ഡാനിഷ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ എല്ലാ രഹസ്യം റിച്ചി മനസ്സിലാക്കി എന്നുള്ള കാര്യം ഡാനിഷിന് അറിയില്ലായിരുന്നു. അപ്പൊ ഡാനിഷ് റിച്ചിയെ കണ്ടപാടിനെ പറയാണ്, മോനെ വാട നമുക്ക് വീട്ടിലേക്ക് പോവാം, കൂടുതലായിട്ടൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല, വാ പോകാം, അധികം വൈകാതെ നിന്റെ ചേട്ടൻ വരും, നമുക്ക് പഴയതുപോലെ സന്തോഷമായിട്ട് ജീവിക്കാടെന്ന് പറയുമ്പോൾ ഇപ്പൊ റിച്ചി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ചേട്ടനോ? എപ്പോ വരും? ചേട്ടനല്ല, പിശാച വരാൻ പോകുന്നത്. ആ പിശാചിന് വേറൊരു പേര് കൂടിയുണ്ട്, ജിം. ഇത് കേട്ടപ്പോ അവന്റെ അച്ഛന്റെ മുഖം ആകെ മാറുകയാണ്. മകൻ എല്ലാ രഹസ്യവും മനസ്സിലാക്കിയെന്ന് മനസ്സിലായി. ഇപ്പൊ ഡാനിഷ് പറയണം, മോനെ നിനക്കും നിന്റെ അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, നമ്മുടെ ഈ ഒരു നാടിന് വേണ്ടിയിട്ട്. അപ്പൊ റിച്ചി പറയണ, ആ നല്ല കാര്യമായി, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. വീട്ടിൽ പോയി നോക്ക്, അമ്മ കഴുത്തറുത്ത് മരിച്ചു കിടക്കുന്നുണ്ട്, കുറ്റബോധം താങ്ങാതെയാണ് അമ്മ അത് ചെയ്തത്. ഇനിയിപ്പോ ഞാനാണ് അടുത്ത ഇരയെങ്കിൽ അല്ലെങ്കിൽ വിജയെങ്കിൽ നിങ്ങൾ അപ്പോഴും മിണ്ടാതിരിക്കുകയല്ലേ? എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാനായിട്ട്? അങ്ങനെ ആ ഒരു മനുഷ്യന്റെ മനസ്സ് തകരുന്ന രീതിയിൽ തന്നെ റിച്ചി സംസാരിക്കുന്നുണ്ട്. ഡാനിഷിന് ഒന്നും പറയാൻ കഴിയുന്നില്ല. ഇതേ നേരം തന്നെ ചർച്ചിന്റെ പുറത്തേക്ക് ജിം എത്തുകയാണ്. ഒരുപാട് പരുക്കുകളുണ്ട്, അതുകൊണ്ട് തന്നെ അധികം വേഗത്തിൽ വരാൻ കഴിയുന്നില്ല. നേരെ അങ്ങോട്ടേക്ക് ഇപ്പൊ റിച്ചി ചെല്ലുകയാണ്. വളരെ കാമായിട്ട് തന്നെ ആ പിശാച്, അതായത് ജിമ്മിനോട് പറയാണ്, ചേട്ടാ ഇത് ഞാനാണ്, റിച്ചിയാണ്, ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ ഈ പള്ളിയിലേക്ക് വന്ന് കയറാൻ ചേട്ടനെ ഞാൻ സഹായിക്കാം, ചേട്ടന്റെ ആത്മാവിന് ഉറപ്പായിട്ട് ശാന്തി കിട്ടും. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന റെയിലി അവന്റെ കയ്യിൽ
കയ്യിൽ ഗണ്ണുണ്ടല്ലോ, ഷെരീഫ് കൊടുത്ത ആ ഒരു ഗൺ, അത് വെച്ച് ഇപ്പൊ ജിമ്മിനെ ഷൂട്ട് ചെയ്യാണ്. വെടിയുണ്ട ഉള്ളിൽ കയറിയതോട് കൂടിയിട്ട് ഇപ്പോ പിശാചായിട്ടുള്ള ജിമ്മിന് നടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഓടി വന്ന റിച്ചി അവനെ താങ്ങി പിടിച്ചുകൊണ്ട് പതിയെ പതിയെ ആ ചർച്ചിന്റെ ഉള്ളിലേക്ക് പോകണം. അവൻ കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്, ചേട്ടൻ എന്തായാലും പറ്റും. എന്നാൽ പിന്നാലെ വന്ന റെയിലി പല തവണയായിട്ട് ഇപ്പൊ ജിമ്മിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒട്ടും നടക്കാൻ കഴിയാതെ ഇപ്പൊ ജിമ്മ് അവിടെ വീണു പോവാണ്. അതുപോലെ തന്നെ റിച്ചിയുടെ കയ്യിലും ഗണ്ണുണ്ടല്ലോ, ആ ഗണ്ണ് ഇപ്പൊ നേരെ റെയിലിക്ക് നേരെ ചൂണ്ടിയിട്ട് പറയണ അടുത്തേക്ക് വന്നു പോരുത്, ഷൂട്ട് ചെയ്യരുത്. എന്നാൽ എന്തായാലും ഇവിടെ വെച്ച് നമ്മുടെ റിച്ചിയുടെ മടിയിൽ വെച്ച് തന്നെ ജിമ്മ് മരണപ്പെടാൻ വേണ്ടി പോവാണ്. അപ്പൊ ജിം എന്താ ചെയ്തെന്ന് അറിയോ? അവന്റെ കയ്യിൽ ആ ഒരു ഗണ്ണ് ജിമ്മിന്റെ തലയിലേക്ക് വെച്ച് അവനോട് തന്നെ ജിമ്മിനെ കൊല്ലാൻ വേണ്ടി പറയാണ്. അതായത് ഇപ്പൊ റെയിലിയാണ് കൊല്ലുന്നതെങ്കിൽ അടുത്ത ഇരയായിട്ട് അവൻ മാറും. ഇതൊരിക്കലും നിൽക്കാൻ പോകുന്നില്ല. എന്നാൽ പകരം റിച്ചിയാണ് ഇവിടുത്തെ വിജയെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ കഴിയും. ഈ ഒരു സൈക്കിള് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ റിച്ചിക്കും കാര്യം മനസ്സിലായി, ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല ഇതിനെ തടുക്കാനായിട്ട്. അങ്ങനെ മനസ്സ് കല്ലാക്കി അവന്റെ ചേട്ടന്റെ തലയിലേക്ക് ആ ഒരു ഗണ്ണ് വെച്ച് അവൻ തന്നെ ആ ഒരു പിശാചിനെ, അവന്റെ ചേട്ടനെ ഇല്ലാണ്ടാക്കുകയാണ്. അതോടുകൂടി ഇപ്രാവശ്യത്തെ വിജയായിട്ട് അവൻ മാറുന്നുണ്ട്. എല്ലാവരും ഈ ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വിജയായിട്ടുള്ള റിച്ചിക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യാനോ അവിടെ സന്തോഷിക്കാനോ ഒന്നും പറ്റുന്നില്ല. കാരണം എല്ലാ രഹസ്യവും അവൻ അറിയാലോ. അങ്ങനെ ആ ഒരു സമ്മാനം അത് മേടിക്കാനായിട്ട് അവൻ പോവാണ്. എന്നാൽ അവന്റെ കൂടെ ഇപ്പൊ ആൻസി ഇല്ല. ആൻസിയോട് മറ്റെന്തോന്ന് പറഞ്ഞിട്ട് മറ്റെന്തോ ഒരു പ്ലാനുമായിട്ട് അവൾ മറ്റൊരു സ്ഥലത്ത് മറിഞ്ഞിരിക്കുകയാണ്. പിന്നീട് റിച്ചിക്ക് സമ്മാനമായി കിട്ടിയ ആ ഒരു കാർ അതുമായിട്ട് ഈ ഒരു ഗ്രാമം വിട്ട് തന്നെ ആ ചോളത്തോട്ടത്തിലൂടെയുള്ള റോഡ് ഉണ്ടല്ലോ അതുവഴി പുറത്തേക്ക് പോകണം. എന്നാൽ അതിന്റെ ഒരു സ്ഥലത്ത് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ആൻസി വിളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി അവളുടെ കയ്യിൽ ആ ഒരു ഗണ്ണും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഇതുമായിട്ടാണ് ഇവർ പോകുന്നത്. അധികം വൈകാതെ ഇവരുടെ പിന്നാലെ തന്നെ ഷെരീഫ് വരുന്നുണ്ട്. കാരണം ഇതുപോലെ സമ്മാനവുമായിട്ട് വിജയായിട്ട് പോകുന്ന ആൾക്കാരെ പിറകാലെ വന്ന് വേട്ടയാടി ഷെരീഫ് കൊന്നുകളയും. എന്നാൽ ഷെരീഫിനെ കണ്ടപാട് തന്നെ റിച്ചി ഒരു കാര്യം പറയുന്നുണ്ട്, ആൻസി കുറച്ചു നേരം നീ ഇവിടെ കാത്തു നിൽക്കുക, അത് കഴിഞ്ഞും ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഒന്നും നോക്കണ്ട, കാറുമായിട്ട് നീ രക്ഷപ്പെട്ടു എന്ന് പറയണം. ഇതിനുശേഷം റിച്ചി ആ കാർ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഷെരീഫിന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്. അങ്ങനെ ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് ഷെരീഫ് ഇപ്പോൾ റിച്ചിയെ കാട്ടിന്റെ ഉള്ളിലേക്ക്, അതായത് ആ ഒരു തോട്ടം കേട്ടോ അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. കാരണം അതിനുള്ളിൽ കൊണ്ടുപോയിട്ട് ഈ റിച്ചിയെ കൊന്നുകളഞ്ഞ് ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് അടുത്ത പിശാചാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് റിച്ചിയുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഗണ്ണ് വെച്ച് പെട്ടെന്ന് തന്നെ ഷെരീഫിനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ്. എന്നാൽ മരിക്കാൻ നേരത്തും ഷെരീഫ് പറയുന്നത്, നോക്കിക്കോ നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഈ ഗ്രാമം തന്നെ നശിക്കാൻ പോവുകയാണ്. മരിക്കുമ്പോഴും ആ ഒരു അന്ധവിശ്വാസത്തിൽ തന്നെയാണ് ഷെരീഫ് മരണപ്പെടുന്നത്. എന്നാൽ അപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വന്ന ആ ഒരു കർഷകനുണ്ടല്ലോ പെട്ടെന്ന് റിച്ചിയെ പിന്നിൽ നിന്നും തലക്കടിക്കുകയാണ്. ഓൾറെഡി അവിടെ തോണ്ടി വെച്ച ഒരു കുഴിയിലേക്ക് റിച്ചി ഇടുന്നുണ്ട്. അവനെ ജീവനോടെ മണ്ണിട്ട് മൂടുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു പോലീസുകാരൻ അയാൾ ഒറ്റയ്ക്കല്ല ഈ ഒരു കാര്യം ചെയ്യുന്നത്. അയാൾക്ക് കൂട്ടിനായിട്ട് ഈ ഗ്രാമത്തിൽ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഈ ഒരു തോട്ടക്കാരൻ. ഇതേ സമയത്ത് തന്നെ പുറത്തെ ആ ഒരു റോഡിൽ കാറിലിരിക്കുന്ന നമ്മുടെ ആൻസി, അവളുടെ അരികിലേക്ക് റിച്ചിയുടെ അച്ഛൻ അതായത് ഡാനിഷ് വരുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയണം, മോളെ ആൻസി നീ എങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ആ കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ഈ സംഭവം കഴിഞ്ഞ് ഇപ്പൊ ഒരു വർഷമായി. അടുത്ത ഹാലോവിൻ നൈറ്റ് അതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പിശാചിനെ തയ്യാറാക്കേണ്ട ജോലി ഈ തോട്ടക്കാരനാണ്. അതിനുവേണ്ടി തന്നെ കുഴി തോണ്ടി നമ്മുടെ റിച്ചാർഡിന്റെ ആ ഒരു ശരീരം പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു കുരിശില് അത് നാട്ടി വെക്കുകയാണ്. അതിനുശേഷം അവന്റെ തലയിൽ ആ ഒരു പംകിന്റെ കുരുവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ തോട് മാത്രമായിട്ട് അവന്റെ തലയിൽ ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാസത്തോളം ആ ഒരു കുരിശില് അവൻ അങ്ങനെ കിടക്കുകയാണ്. പതിയെ 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 ആ ഒരു പംകിൻ അവന്റെ തലയോടുകൂടെ ചേർന്ന് അവനൊരു പിശാചായി മാറും. ഒരു മാസത്തെ പരിപാടിയാണിത്. അങ്ങനെ അവസാനത്തെ ആ ഒരു രാത്രിയായിട്ടുണ്ട്, ഹാലോവിൻ നൈറ്റ്. ഇന്നാണ് ഈ ഒരു പിശാച് നാട്ടിലേക്ക് ഇറങ്ങേണ്ടത്. അതിനായിട്ട് തന്നെ ആ ഒരു കുരിശിൽ നിന്നും തോട്ടക്കാരൻ ഇപ്പൊ നമ്മുടെ റിച്ചിയെ താഴേക്ക് ഇറക്കുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന ഒരാൾ അവിടെ വെച്ച് തന്നെ ആ ഒരു തോട്ടക്കാരനെ കൊന്നുകളയാണ്. അത് മറ്റാരുമല്ല, റിച്ചിയുടെ അച്ഛനായിട്ടുള്ള ഡാനിഷ് ആയിരുന്നു. എന്നിട്ട് പിശാചായി മാറിയ റിച്ചി ഉണ്ടല്ലോ അവന്റെ മുന്നിൽ നിന്ന് അവന്റെ അച്ഛൻ പറയാണ്, മോനെ ഒന്നും നോക്കണ്ട, ഇത്തവണ ഈ നാട്ടുകാരല്ല നീ ജയിക്കണം, നീ ആ ഒരു ചർച്ചിൽ പോയിട്ട് കയറണം. ഇനിയിപ്പോ അത് കാരണം ഈ നാട് നശിച്ചു പോയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല മോനെ, നീ തന്നെ വിജയിക്കണം എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം പിശാചായി മാറിയ റിച്ചി ആകാശത്തേക്ക് നോക്കി ഉറക്കനൊന്ന് അലറി വിളിക്കുകയാണ്. ഈ തവണ അവൻ തന്നെ ജയിക്കും. ഈ നാട്ടിലെ ദുരാചാരം അവൻ എന്തായാലും ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമാക്സിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിൽ ചെറുതായിട്ടൊന്ന് ഷോക്കിംഗ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്തു. ഇനി ആ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായോ? ഇഷ്ടമായ തീർച്ചയായിട്ടും പറയണം കേട്ടോ. ഇതുപോലെ ഒരു കൺസെപ്റ്റിൽ ഒരു കഥ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവില്ല, ഉറപ്പല്ലേ? അപ്പൊ അതിനെപ്പറ്റി കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടാ. അപ്പൊ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.